നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കും, പക്ഷെ അവർക്ക് നമ്മളെ കാണാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവർക്ക് നമ്മളെ കാണുവാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ അവർ നമ്മളെ കാണുവാൻ ശ്രമിക്കുന്നത് അവരുടെ ഹൃദയം കൊണ്ടാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഹൃദയം കൊണ്ട് തന്നെ നമ്മളെ അവർ കാണുന്നത് കാരണം നമ്മൾ അവരുടെ കൈ ഒന്ന് തൊടുമ്പോഴേക്കും നമ്മൾ ആരെന്നവർ തിരിച്ചറിയുന്നു. കാഴ്ചയുള്ളവർക്ക് പോലും കാണുന്നവനെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, കാഴ്ചയില്ലാതെയും ഒരു സ്പർശനത്തിലൂടെ മാത്രം, അല്ലെങ്കിൽ നമ്മളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉടനെ നമ്മളെ തിരിച്ചറിയുന്ന എഴുത്തുകാരി, ആ എഴുത്തുകാരിയുടെ പുസ്തകത്തിന്, കഥയ്ക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പേര് തന്നെയാണ് സ്നേഹവർണ്ണങ്ങൾ. സ്നേഹവർണ്ണങ്ങളുടെ മുഖ ചട്ട കറുപ്പിലും വെളുപ്പിലുമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. പക്ഷെ സ്നേഹം എപ്പോഴും നിറങ്ങളും നിറഭേദങ്ങളും ഉള്ളതായിരിക്കണം എന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ചില അക്ഷരങ്ങളെ നിറങ്ങളോടെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്നേഹവർണ്ണങ്ങൾ ഈ എഴുത്തുകാരിയുടെ രണ്ടാമത്തെ പുസ്തകമാണ്. ആദ്യ കൃതി ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഓർമ്മകൾ ആണ്. ഓർമ്മകൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നവയായി മാറുമ്പോൾ അവ നമ്മൾ സ്നേഹിക്കും, അവ നമ്മളെയും സ്നേഹിക്കുമെന്നതാണ് വാസ്തവം. ഈ എഴുത്തുകാരിയെ ഏറെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്നതാണ് ഒരു അവതാരകൻ എന്ന നിലയിൽ എനിക്കുള്ള അനുഗ്രഹം. ഒരു വ്യക്തിയെ ഏറെ വിശേഷണങ്ങൾ കൊടുത്ത് പരിചയപ്പെടുത്തേണ്ടി വരുമ്പോഴാണ് ഒരു അവതാരകനെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയായി മാറുന്നത്. പക്ഷെ ഇവരെ ഏറെ പരിചയപ്പെടുത്തേണ്ടതില്ല. പേരൊന്ന് പറയുമ്പോഴേക്കും ഇവരാരെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സദസ്സിനെ ഇവർ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മാത്രമല്ല, മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത. ഇന്ദു ചേച്ചിയുടെ രണ്ടാം പുസ്തക പ്രകാശനത്തിനെത്തിയിരിക്കുന്ന നിങ്ങൾ ഏവരെയും അവർക്ക് വേണ്ടി ഗ്രീൻ ബുക്സിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഗ്രീൻ ബുക്സിന്റെ ബഹുമാന്യനായ MD ശ്രീ നരേന്ദ്രൻ അവർകളെ ക്ഷണിക്കുന്നു. ശ്രീ ബഷീർ തിക്കൊടി എന്ന എന്റെ സഹോദരനെ ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് ഏറെ പ്രിയപ്പെട്ട മോഹനേട്ടനാണ്. ആശംസ അർപ്പിക്കുവാൻ ശ്രീ MCA നാസർ, ബഹുമാന്യനായ ശ്രീ നരേന്ദ്രൻ അവർ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഏറ്റവും സന്തോഷം നൽകിയ ഒരു ദിവസമാണ്. കാരണം ഹിന്ദുവേദിയുടെ സ്നേഹവർണ്ണങ്ങൾ എന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. ഈ പുസ്തകം നിങ്ങളുടെ അടുത്തേക്ക് പ്രസിദ്ധീകരണത്തിനായി ഇതിലേക്ക് തരുന്നത് ഏകദേശം സെപ്റ്റംബർ മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിലേക്ക് ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാതിരി എളുപ്പമല്ല. ഒരാളുടെ സഹായം വേണം. ആ പുസ്തകം വീണ്ടും വായിക്കണമെന്ന് വെച്ചാലും, എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാലും, പ്രൂഫ് റീഡ് ചെയ്യണമെന്ന് വെച്ചാലും ഒന്നും സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ അവസാനം ഈ പ്രാവശ്യം തന്നെ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഭയം കൂടെ ഉണ്ടായിരുന്നു ഇതിലേക്ക്. പക്ഷേ ദിവസവും നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഇവിടെയും തൃശ്ശൂരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെ ഭംഗിയായി ഈ പുസ്തകം എല്ലാ പുസ്തകത്തിനേക്കാളും മുമ്പ് തന്നെ ഞങ്ങൾ 14 പുസ്തകങ്ങൾ ഈ പ്രാവശ്യം ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. എല്ലാത്തിനേക്കാളും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് അവരുടെ സഹകരണത്തോടുകൂടി ചെയ്യാൻ പറ്റും. ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ കണ്ണു കാണുന്ന നമ്മൾ കാണാത്ത ഒരുപാട് സത്യങ്ങൾ, നമ്മൾ അത് തിരിച്ചറിയേണ്ട കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ ഇതിലേക്ക് നമുക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. എല്ലാവരും അത് വായിക്കണം, ആസ്വദിച്ച് വായിക്കണം. വളരെ മനോഹരമായ ഒരു ബുക്കാണ്. എല്ലാവിധ ഭാവങ്ങളും ഇന്ത്യയിലേക്ക് നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീ ബഷീർ തിക്കൊടി, സ്വീകരിക്കുന്നത് മോഹനേട്ടൻ. ഇന്ദു ചേച്ചി, ഞാൻ ഇവിടെ മുരളിയേട്ടനെ ക്ഷണിക്കുന്നു. സ്നേഹവർണ്ണങ്ങൾ നിങ്ങളിതാ കാണുന്നു, വാങ്ങണം, വായിക്കണം. ഏറ്റവും സന്തോഷം ഉള്ളൊരു സമയമാണ്.
അതിൻ്റെ കാരണം ഈ വെളിച്ചം ഏറെക്കാലമേ എൻ്റെ കൂടെ തന്നെയുണ്ട്. നമ്മെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, കുറച്ച് നേരത്തെ 9 മണിക്ക് ഉണ്ട് രണ്ടുപേരും ഇവിടെ. ഈ ചായക്കടയിൽ ഒന്നും കഴിക്കില്ല, ചായയും കാപ്പിയൊന്നും കഴിക്കില്ല. അപ്പോൾ മുരളിയേട്ടൻ ചൂടുവെള്ളം എടുത്തിട്ടപ്പോൾ ഇത്തിരി ചൂട് കൂടുതലാണ്. അതിങ്ങനെ വേറൊരു ഗ്ലാസ്സിലൊഴിച്ച് അതിങ്ങനെ തണിച്ച് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് വാക്യത്തിൽ ഇടാൻ വേണ്ടിയിട്ട്. ഈ അക്ഷരങ്ങൾ പൂക്കുന്ന ഈ കാട്ടിൽ എല്ലാ ദിവസവും വരും ഈ രണ്ടുപേരും. ഇന്ത്യയെ പറ്റി നേരത്തെ ബഹുമാനപ്പെട്ട മച്ചിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഭർത്താവ് മുരളിയേട്ടനാണ് ഇപ്പോൾ വന്നത്. അദ്ദേഹത്തിനും നല്ല ക്ഷീണമുണ്ട്. പക്ഷേ ആ വിരലിൽ തൂങ്ങിയിട്ടാണ് ഇന്ദു ചേച്ചി എല്ലാ ദിവസവും മണിക്കൂറുകളോളം ഈ പുസ്തകങ്ങളുടെ ഗന്ധം ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തക നഗരിയിൽ വരുന്നത്. തൻ്റെ കാഴ്ച പരിമിതിയല്ല, മുഴുവനായിട്ടും ഇരുട്ടാണ്. ആ ഇരുട്ട് എങ്ങനെയാണ് കർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും വെളിച്ചമായി തീരുന്നത് എന്ന് മുഴുകാഴ്ചയുള്ള എല്ലാ മനുഷ്യരോടും പേർത്തും പറയുന്ന ഒരു കർമ്മമഹത്വത്തിന്റെ പേരാണ് ഇന്ദുലേഖ എന്നത്. അത് നമുക്ക് പാഠപുസ്തകവുമാവുന്നത് നമ്മുടെയൊക്കെ അലസതയുടെയും ജഡാവസ്ഥയുടെയും നേർക്ക് ആ ഇരുട്ടിൽ നിന്നുകൊണ്ട് ഇന്ദു ചേച്ചി ഉയർത്തുന്ന ഒരു ചൂണ്ടുവിരലുണ്ട്. എന്നെ വിധിവൈപരീത്യങ്ങളുടെ ആഴക്കടലിൽ ഒറ്റപ്പെട്ട് നീന്തി തുടിക്കുമ്പോഴും എന്റെ കാലടിയാളം ഞാൻ ജീവിച്ച കാലത്ത് ആഴത്തിൽ പതിപ്പിച്ചിട്ടേ ഞാൻ പോവൂ, അത് അക്ഷരങ്ങളിലൂടെയും കർമ്മത്തിലൂടെയും എന്ന് പ്രഖ്യാപിക്കുന്ന ഊർജ്ജസ്വലതയുടെയും ആത്മസമർപ്പണത്തിന്റെയും ഒരു മനുഷ്യരൂപം. എഴുതുക മാത്രമല്ല, ഈ പുസ്തകങ്ങൾക്കിടയിലൂടെയൊക്കെ നടക്കുക മാത്രമല്ല, കടുത്ത ജോലി കഴിഞ്ഞു വന്നിട്ട് ഈ ഭാര്യയും ഭർത്താവും ചെയ്യുന്നത് തൻ്റെ അടുത്ത ഒരു ഹോട്ടലിൽ നിന്ന് 20, 30, 40 ബിരിയാണി വാങ്ങിച്ച് 2 പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് അങ്ങ് ലേബർ ക്യാമ്പിൽ അന്തിപ്പട്ടിണി കിടക്കുന്ന മനുഷ്യർക്കരികിലേക്ക് ഈ ഇരുട്ടിലൂടെ സഞ്ചരിച്ച് മനുഷ്യത്വത്തിന്റെ അസ്തമിക്കാത്ത വെളിച്ചവുമായി പോകുന്ന മനുഷ്യൻ. ആ മനുഷ്യന്റെ എഴുത്തുകാരി എന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് ഞാൻ വെളിച്ചം എന്നൊരു വാക്ക്, വെളിച്ചം എന്ന വാക്കിന്റെ മഹത്വവും വിശുദ്ധിയും നാം അറിയുന്നത് ഇരുട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴും മുഖത്ത് ഒരു നിലാവിന്റെ വിശുദ്ധിയോടെ നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ജീവിതം എത്ര മനോഹരമാണ്. ഒരിക്കൽ പോലും മോഹനേട്ട ഇന്ദു ചേച്ചി ജീവിതത്തെ ശപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏറെ വേദനകൾക്കിടയിലും ഒരുപാട് കേസുകൾക്കിടയിലും ജയിൽവാസങ്ങൾക്കിടയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ആ മുഖത്ത് ഒരു പൂ വിരിയുന്നത് പോലെ ഒരു ചിരി ഉണ്ടാവും. അത് നമുക്കൊരു പാഠമാണ് കേട്ടോ. ഒരു ചെറിയ വിഷമം വരുമ്പോൾ ഒന്ന് വാടി തകർന്ന് തരിപ്പണമായി പോകുന്ന നമുക്ക് ഒരു വലിയ പ്രചോദനത്തിന്റെ ആകാശത്തെയാണ് ഇന്ദുലേഖ എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചേച്ചി നിവൃത്തിയിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു പക്ഷേ തൻ്റെ ഇത്തിരിപ്പോന്ന ജീവിതം കൊണ്ട് വിധിയിൽ എന്തൊക്കെ ദുരന്തങ്ങളുടെ ഒരു കടലിടുക്കിലൂടെ ഞാൻ നീന്തി തുടിക്കുമ്പോഴും ജീവിതത്തെ അതിരറ്റ് പ്രണയിക്കുന്ന, ജീവിതത്തെ അതിരറ്റ് ബഹുമാനിക്കുന്ന, ജീവിതം മഹത്തരമാണെന്ന് ഘോഷിക്കുന്ന, പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്ദു ചേച്ചിയല്ല. ഞാൻ കഴിഞ്ഞ കൊല്ലം മോനേട്ടൻ ഞാനിതിവിടെ പറഞ്ഞു. മോനേട്ടൻ കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, ബഷീറിന്റെ ഇന്ന് ഇമോഷണൽ ആയിരിക്കില്ലേ? ഞാൻ പറഞ്ഞില്ല സർ, ഞാൻ കൺട്രോൾ ചെയ്ത് സംസാരിക്കാം എന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതൊന്നുമല്ല, തൻ്റെ വയ്യായികകൾക്കിടയിലും ഒന്ന് ബാത്റൂമിലേക്ക് പോകാൻ കഴിയില്ല, കിച്ചണിലേക്ക് പോകാൻ കഴിയില്ല, അടുപ്പ് കത്തിക്കാനാവില്ല, മക്കളാരുമില്ല സഹായിക്കാൻ. പക്ഷേ ഉറങ്ങുമ്പോഴും ഒരു കണ്ണ് തുറന്ന് വെച്ച് രാവും പകലും തൻ്റെ ഒരു വിരൽത്തുമ്പ് എപ്പോഴും നീട്ടിക്കൊടുത്ത് അതിൽ തൂങ്ങി അതിൽ പിടിച്ച് ഒരു മനുഷ്യൻ ഈ സ്ത്രീയെ, ഈ നമ്മുടെ സഹോദരിയെ, ഇന്ദുലേഖയെ കൊണ്ടുപോകുന്ന മുരളിയേട്ടൻ എന്ന് പറയുന്ന അത്ഭുതമാണ് നമുക്ക് മാതൃകയാക്കേണ്ടത്. അത്ഭുത പ്രതിഭാസമാണ്. ക്ഷമയുടെ, സഹനത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, ഹൃദയബന്ധത്തിന്റെ, സാഹോദര്യത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, മാനുഷികതയുടെ ഒരു ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ സാന്നിധ്യം കൂടിയുണ്ട് ഈ കരുത്തിന്റെ പിന്നിൽ. ഇതിന്റെ ആദ്യദശ തൊട്ട്, ഈ നോവലിന്റെ ആദ്യദശ തൊട്ട് അവരോടൊപ്പം ഞാനുമുണ്ട്. പക്ഷേ എഴുതാനുള്ള ജീവിതത്തിൽ അവർക്ക് കണ്ടുകൊണ്ട് അവർക്ക് കാണാൻ കഴിയില്ലെങ്കിലും കേൾവിയിലൂടെയും അറിവിലൂടെയും അവർ സാംശീകരിച്ചെടുത്തതൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. മച്ചിക്കൽ ഞാൻ നിർത്താം.
ബഷീർ നിക്കോളിയുടെ വാക്കുകൾക്ക് അടിവരയിട്ടുകൊണ്ട് നമുക്ക് ബിന്ദുവിലേക്ക് കടക്കാം. അതായിരിക്കും നല്ല വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറയാൻ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പം ബഷീറിക്കും പറഞ്ഞു, രാധാകൃഷ്ണനും പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ ഈ ഒരു വഴിയിലേക്ക് എത്തി എന്നത് പറയണല്ലോ. എനിക്ക് കുട്ടിക്കാലം തൊട്ടേ കാണില്ല. എൻ്റെ പേരൻസിനും എൻ്റെ റിലേറ്റീവ്സിനും ഒക്കെ അത് അറിയുകയും ചെയ്യാം. പക്ഷേ അവരൊരിക്കലും വീട്ടിൽ നിന്ന് അവർ ആക്സെപ്റ്റ് ചെയ്തെങ്കിലും അവരൊരിക്കലും പൊതുസമൂഹത്തിന് മുന്നിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ആ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ. അപ്പോൾ സ്വയം എൻ്റെ മനസ്സിനൊരു ധൈര്യം വേണം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ. എൻ്റെ കൈകൊണ്ട് എഴുതുന്ന അക്ഷരങ്ങൾ മാത്രം ഞാൻ വായിക്കുമായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ എനിക്കത് നഷ്ടപ്പെട്ടു. പിന്നെ മുന്നോട്ടേക്ക് എന്തായാലും പോയേ പറ്റും, അല്ലെങ്കിൽ ഇരുട്ടിൽ കണ്ണിന് മാത്രമല്ല എൻ്റെ ജീവിതവും എൻ്റെ മനസ്സും ഒക്കെ ഇരുട്ടിലായിപ്പോയി. അക്ഷരങ്ങളെ ഞാൻ എന്നും സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചതാണ്. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, എന്നെ എൻകറേജും ചെയ്തിട്ടില്ല. കുറ്റങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമ്മളൊപ്പം അപ്പം തളഞ്ഞു വയ്യ. പക്ഷേ അതൊക്കെ എനിക്ക് കിട്ടിയ പ്രോത്സാഹനമായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ പഠിച്ചിരുന്നു. ഞാൻ 2 MA എടുത്തു. എനിക്ക് ഒരു ബുദ്ധിമുട്ട്, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും പരിമിതി ഒരു തടസ്സമല്ലാതെ ഞാൻ എൻ്റെ ഓരോരോ പ്രവൃത്തിയിലൂടെ ഞാൻ സ്വയം മനസ്സിലാക്കി. കാരണം ക്ഷമയോടെ എൻ്റെ പരിമിതി എനിക്ക് പൂർണ്ണമായ ബോധമുള്ളത് കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾക്കും പരിധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. എൻ്റെ മനസ്സിനകത്ത് കൂടുതൽ പ്രകാശം ഉണ്ടായിരുന്നു. മറ്റുള്ളവരാരും എന്നെ സപ്പോർട്ട് ചെയ്തപ്പോഴും എൻ്റെ മനസ്സൊന്നും എന്നോട് പറയും, ഒരു ദിവസം എനിക്കും ഉണ്ടാവും, ഒരു ദിവസം. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ തീർന്നു. ഞാൻ ആഗ്രഹിച്ച അതേ വഴിയിൽ തന്നെ എനിക്ക് നടന്നെത്താൻ പറ്റും. അതുപോലെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം, ആരും എൻ്റെ സങ്കടം കേൾക്കാനുണ്ടായിരുന്നില്ല, എന്നെ മനസ്സിലാക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കണ്ടെത്തി, ഞാൻ കരഞ്ഞോണ്ട് ഒരു കാര്യമില്ല, അതാരും കാണൂല, അതൊന്നിനും പരിഹാരമാവില്ല. ഈ കൈകൾ കൊണ്ട് മറ്റുള്ളവരെ കണ്ണിൽ ഞാൻ തുറക്കും. എൻ്റെ സങ്കടം ആരും കേട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ സങ്കടം ഞാൻ കേൾക്കും. അങ്ങനെ ഞാൻ 95 മുതൽ പല അനാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്നവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ആരുമില്ലാത്തവരും ഒക്കെ ഞാൻ അവരുടെ സങ്കടങ്ങൾ കേൾക്കും. എൻ്റെ വീട്ടിൽ ഞാനൊരു പ്രധാനപ്പെട്ട ആളല്ലെങ്കിലും ഞാൻ പലരുടെ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ട് മാറാൻ എനിക്ക് കഴിയും. അതെനിക്ക് ഈ മേഖലയിലേക്ക് നടന്നു പോകാൻ ഒരുപാട് ധൈര്യം നൽകി. ഞാൻ ജേർണലിസ്റ്റായിരുന്നു പഠിച്ചത്. പക്ഷേ എനിക്കും പത്രപ്രവർത്തകയായി ജോലി ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അത് കൂടുതൽ ആളുകളിലേക്ക് എന്നെ എത്തിച്ചു. അങ്ങനെയാണ് ഞാൻ അതിലെനിക്ക് ഫൈനാൻഷ്യലി വലിയ ബെനിഫിറ്റ് ഇല്ലാത്തപ്പോൾ ഞാൻ ജേർണലിസം ലെക്ചറായി. അങ്ങനെ ഞാൻ ദുബായ്. ഞാൻ ആകെ ഈസി ആയിട്ടായത് കമ്പനീൻ്റെ പാർട്ട്ണർ മാത്രം. കാരണം ഈ സബ്ജക്റ്റ് അറിയാണ്ടും പിന്നെ ഞാൻ അതിന് ശേഷം പഠിപ്പിച്ചിരുന്നു പറഞ്ഞിട്ടാണ് ഏട്ടൻ എന്നെ ബിസിനസ് ഉണ്ടാക്കി. പക്ഷെ അതിന് ശേഷം എന്നെ ബിസിനസ് പഠിപ്പിച്ചു. ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടു. പക്ഷെ അതും ഞാൻ നടന്നു പോകുന്ന വഴിയിൽ എനിക്ക് തടസ്സമായി തോന്നിയില്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ വഴിയിൽ ബ്ലോക്ക് കാണും, അല്ലെങ്കിൽ ട്രാഫിക് ഉണ്ടാവും, സിഗ്നൽ, അങ്ങനെയുള്ളൊരു തടസ്സം. അത് മാത്രം. പക്ഷെ ഞാൻ ഒരിക്കലും നമ്മൾ ലക്ഷ്യത്തിലെത്തുമ്പോൾ നമ്മളൊരിക്കലും യാത്ര ചെയ്യാണെങ്കിൽ നമ്മൾ വേറെ റൂട്ടാണ് പിടിക്കുക. അതുപോലെ ഞാൻ ജീവിതത്തിലും ചെയ്തിട്ടു. ഞാൻ തിരിച്ചു നടന്നില്ല. അതായിരുന്നു എന്നെ ഇവിടം വരെ എത്തിച്ചത്. സങ്കടപ്പെട്ടിട്ട് അക്ഷരങ്ങളുടെ ലോകത്ത് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നതാണ്. പക്ഷേ ഓരോരോ വർഷവും ഈ ഷാർജ പുസ്തകോത്സവത്തിന് ഞാനിവിടെ വരും. ആ ഒരു ഓർമ്മയായിരുന്നു കുറച്ച് 16 വർഷം എന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. അന്നും ഞാൻ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷിച്ചു, ഒരു ദിവസം എനിക്കും ഒരു പുസ്തകങ്ങൾ വായിക്കാനാവും. ഇന്ന് എനിക്കും പുസ്തകങ്ങൾ വായിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ഷാർജ പുസ്തകോത്സവം എൻ്റെ അക്ഷരലോകം 12 ദിവസം മാത്രം ഒതുക്കി ഒരുപാട് കാലം ജീവിച്ചു. അപ്പോൾ ഈ ഷാർജ ഉത്സവം ഇവിടെ വന്നിരിക്കാനൊക്കെയുള്ള അവസരം തന്നെ ഷാർജ സുൽത്താനോട് ഞാൻ ആദ്യം നിന്നു. ഞാൻ ഈ പുസ്തകം എഴുതിയത് വളരെ വൈകിയാണ്. കാരണം ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെ എനിക്ക് സമയം ഉണ്ടാവും. കാരണം അങ്ങനെ സൈറ്റിൽ കുറച്ച് ബ്രേക്ക് ടൈം വരും. ഞാൻ വളരെ വൈകി, എനിക്ക് ആളെയും മറ്റൊരാളുടെ സഹായവും വേണമായിരുന്നു. അങ്ങനെ ഞാൻ വളരെ വൈകിട്ടാണ് ഞാൻ എഴുതി കൊടുത്തത്. പക്ഷേ ഒരു തടസ്സവും പറഞ്ഞില്ല. നരേന്ദ്ര സാറ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സമ്മതിച്ചു. എനിക്ക് ഒരുപാട് ആശ്വാസം അതിൽ നിന്ന് മാത്രമല്ല, അതിന് ശേഷമുള്ള ഓരോന്നും കാര്യത്തിൽ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഗ്രീൻ ബുക്സിന് സാറിന് ഞാൻ ഒരുപാട് പിന്നെ ബഷീറിക്ക എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു.
ഞാൻ ഈ ലോകത്ത് തിരിച്ചു പോകുമ്പോൾ ഞാൻ മാത്രം ജീവിച്ചുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് എന്നെ തിരിച്ചു പോകണം. പക്ഷെ അത് എന്നെ കൂടുതൽ അതിലേക്ക് എന്നെ കൂടുതൽ കരുത്തുന്നത് എനിക്ക് ബഷീറിക്കയുടെ വാക്കുകളായിരുന്നു. പിന്നെ എൻ്റെ അമ്മ എന്നും പറയും, അവരവരുടെ ആവശ്യങ്ങൾ തീർന്നുകൊണ്ട് മറ്റുള്ള ആവശ്യങ്ങൾ ചെയ്യാൻ പോയാൽ ഒരിക്കലും നടക്കില്ല. കാരണം തെരയടങ്ങിയിട്ട് ഒരിക്കലും കടലിൽ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അമ്മ എന്നും പറയും, ഒരാളുടെ ഭക്ഷണം 10 പേർക്ക് കഴിക്കാം, 10 ആളുടെ ഭക്ഷണം ഒരാൾക്ക് കഴിക്കാനാവില്ല. അതാണ് എന്നെ ഈ ഫുഡ് കൊടുക്കുന്നത്. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞ മോനേട്ടനോട് എനിക്ക് ഒരുപാട് പറയാൻ എല്ലാവരോടും പറഞ്ഞത്, മോനേട്ടൻ മഹോദരാണ് ഇന്ന് എനിക്ക് അക്ഷരകളുടെ ലോകത്തേക്ക് തിരിച്ചു വരാൻ കഴിയും. കാരണം UAE ബ്ലൈൻഡ് പ്രസിഡന്റ് ആദിലിനെ പരിചയപ്പെടുത്തുന്നത് മോനേട്ടനാണ്. ആദിലൂടെ ഇവിടുത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാനും അത് നാട്ടിൽ കൊടുത്തപ്പോൾ എനിക്ക് 2 ഓഡിയോ ലൈബ്രറി എനിക്കും കൂടി മെമ്പർഷിപ്പ് തരും. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സമയം എനിക്ക് വളരെ കുറവാണ്. കാരണം ആ സമയത്ത് എനിക്ക് പുസ്തകം വായിക്കാനുള്ള സൗകര്യം ഉണ്ടായി. പിന്നെ എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ എനിക്ക് മോനോട് എഴുതിച്ചിരിക്കും. ഞാൻ ഈ അവസരത്തിൽ ഞാൻ മോനോട് നന്ദി പറയാനുള്ളതുകൊണ്ട് പറയുന്നതാണ്. മോനോട് ഞാൻ നന്ദി പറയണം. പിന്നെ ഞാൻ വളരെ വൈകിയാണ് നാസറിൻ്റെ ഒരു കാര്യം പറഞ്ഞത്. ആശംസ പറയാൻ പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞിട്ട് വന്നവരുണ്ട്, അറിഞ്ഞിട്ട് വന്നവരെല്ലാം ഉണ്ട്. ഓരോരോ ആളോടും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ആരാന്ന് കാണുന്നില്ല, എന്നാലും ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. പക്ഷെ ഞാൻ എന്നും മനസ്സിൽ, കാരണം എനിക്ക് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ കുറേ നാളുകളായി നാട്ടിൽ പോയിട്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഗീത ചേച്ചിൻ്റെ ചില സംസ്ഥാനത്തെ സംസാരവും ചേച്ചി എനിക്ക് അതൊന്നും, എൻ്റെ അമ്മ ഒരിക്കലും എനിക്ക് ഓർമ്മയിലൊരു ഉമ്മ തന്നില്ല. പക്ഷെ ചേച്ചി എനിക്ക് ഒരുപാട് ഉമ്മ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മേനെ മിസ് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് ചേച്ചീനെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ചേച്ചിയോട് ഞാൻ പ്രത്യേകിച്ച് എല്ലാവരോടും പറഞ്ഞത്, ചേച്ചിയോട് ഞാൻ പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയും. എല്ലാവർക്കും എല്ലാ നന്മകളും എന്നും ഉണ്ടാവട്ടെ. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ഒരു ഓർമ്മ പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഓർമ്മകളിൽ. അത് ഓർക്കാൻ അതിനകത്ത് നടന്ന കാര്യങ്ങളൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല, ശരിക്കും വായിക്കുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഓർമ്മകളാണ്. കാരണം ജീവിതത്തിലുള്ള ഓരോരോ പ്രതിസന്ധിയാണ് എന്നെ കൂടുതൽ കരുത്തരാക്കിയത്, എന്നെ ഒരു മനുഷ്യ സ്നേഹിയാക്കിയതെന്ന് എല്ലാം ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും അങ്ങനെ, അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. ആ ഒരു പുസ്തകം ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയിട്ടുണ്ട്. ഇത് 2ാമത്തേതാണ് നോവൽ എഴുതിയിട്ടുള്ളത്. അത് ആദ്യമായിട്ട് കാണാത്ത ആൾ എഴുതിയ ആദ്യത്തെ മെമ്മറി എൻ്റെ പുസ്തകം മലയാളത്തിൽ. ഞാൻ 6-7 മാസം കഴിഞ്ഞിട്ട് അറിഞ്ഞത്. കാരണം കാഴ്ച പരിമിതിയിലെ ആളുകൾ പുസ്തകം എഴുതൽ തന്നെ വളരെ കുറവാണ്. പക്ഷെ മലയാളത്തിൽ വന്ന ആദ്യത്തെ മെമ്മറി അവരെ വിജ്ഞാന ദീപം ലൈബ്രറിയിൽ അവരോട് പറയുന്നുണ്ടായിരുന്നു. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇപ്പം നോവൽ എഴുതിയപ്പോഴും പറഞ്ഞു, കാണാത്ത ആൾക്കാർ പുസ്തകം എഴുത്ത് മേഖലയിൽ വരുന്നത് വളരെ കുറവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതാണ് എൻ്റെ പുസ്തകം. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് നന്ദി പറയാനുള്ളത് ഗ്രീനിൻ്റെ എഡിറ്റർ ഡോക്ടർ ശോഭ. ഞാൻ ശോഭ ചേച്ചി വിളിക്കുന്നത്. ചേച്ചി എന്നോട് ആദ്യം കഥ വായിച്ച ഉടനെ പറഞ്ഞു, ഇന്നും എഴുതണം. അതെനിക്ക് വളരെ കുറച്ച് പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഇവിടെ UAE-ലെത്തിയതിനു ശേഷമാണ് ഒരുപാട് സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ എൻ്റെ ഹസ്ബൻഡും മുന്നിലായിരുന്നു. അതിന് ശേഷമാണ് ഓരോരാളും എന്നെ ഓരോ വേലയിലും സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ശോഭ ചേച്ചിയോട് ഞാൻ പ്രത്യേകിച്ചിട്ട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കൂടെ പഠിച്ച വിനോദ്, 3 വയസ്സുള്ള സൗഹൃദമുണ്ട്. അവനെ എനിക്ക് ഇവിടെ വെച്ച് എഴുതാനുള്ള ആളെയാക്കി തന്നത് സുബിയാണ്. എനിക്ക് സുബിത ബേബി എന്നാണ് പേര്. ചേച്ചി ഇവിടെ ഓഡിയോ ഉണ്ടാവും. സുബി ചേച്ചിൻ്റെ അടുത്ത് വാ. സുബിയാണ് എനിക്ക് വളരെ ക്ഷമയോടെ അവിടെ എനിക്ക് എഴുതിയത്. അവൾക്ക് എഴുതുന്നത് ഒരുപാട് ക്ഷമയോടെ. കാരണം അവൾക്ക് നേരത്തെ എനിക്കൊരു പ്ലസ് പോയിന്റ് എന്താ വിചാരിച്ചാൽ ഇവർക്ക് നേരത്തെ കല്യാണതൊക്കെ എക്സാം എഴുതി കൊടുത്തിരുന്നത് ശീലമായിരുന്നു. അതുകൊണ്ട് ആ ക്ഷമ എൻ്റെ കഥ എഴുതുമ്പോൾ കാണിച്ചു. പക്ഷെ അവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ചു. അതിന് പുറമെ എന്നോട് തീർന്നതിന് ശേഷം പറയാം, ചേച്ചി നമുക്കിനി അടുത്തൊരു കഥാസമാഹാരം എഴുതാറ്. ഇപ്പോൾ നമ്മൾ രണ്ടാമതൊരു നോവൽ എഴുതേണ്ട തയ്യാറെടുപ്പിലാണ് ഉള്ളത്. അപ്പോൾ സുബിയോട് എനിക്ക് ഒരുപാട് ഞാൻ നന്ദി ഈ ഒരു അവസരത്തിൽ പറയുന്നതാണ്. അവളോട് എനിക്ക് നന്ദി പറഞ്ഞാലൊന്നും തീരൂല. സുബിയോടും ഞാൻ നന്ദി പറയും.
എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എനിക്ക് ഇതുപോലെ എന്താ പറയുക, ചേച്ചീൻ്റെ വാക്കുകൾ എഴുതാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അക്ഷരങ്ങളും പുസ്തകങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിടയിൽ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അതിനൊരു അവസരം കൂടി ചേച്ചി തന്നെ വാക്കുകളൊക്കെ പേപ്പറിലൊക്കെ എഴുതി അതൊരു ബുക്കായി കണ്ട് നല്ല സന്തോഷം ചേച്ചി. അതെ, ഇന്ദു ചേച്ചി പറഞ്ഞു തരുമ്പോൾ എങ്ങനെയാണത് എഴുതിക്കൊണ്ടിരിക്കുന്നത്? ചേച്ചി വളരെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വരും. എന്നിട്ട് അതങ്ങനെ പറഞ്ഞു തന്ന് എഴുതും. പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു ചില സമയത്തൊക്കെ ഒന്ന് ചോദിക്കും, നമ്മൾ എങ്ങനെ ഈ ഭാഗം എഴുതണം ഒക്കെ ചേച്ചി എന്നോട് കൂടി ചോദിക്കും. അപ്പോൾ എനിക്ക് അത്ര വാക്കുകളൊന്നും അറിയില്ല. ചേച്ചി പറയുന്നത് ഞാൻ എഴുതും, അത്ര തന്നെ. അല്ല ഞാൻ കോഴിക്കോട്. ചേച്ചി അതുപോലെ പറഞ്ഞാലും ഞാൻ അതേപോലെ എഴുതും. പ്ലോട്ടിംഗ് പേപ്പർ പോലെ ഒപ്പിയെടുക്കും. ഇന്ദു ചേച്ചി, MCA നാസർ ഗവർണറുടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആശംസ. അത്രയും മനോഹരമായിട്ട് ഒരു ലൈഫിൽ നമ്മളുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അതാണ് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളോട്. ഇതൊക്കെ നമുക്ക് എല്ലാ കംഫർട്ടബിൾ സോണിലാണ് നമ്മൾ നിൽക്കുന്നത്. സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, പണം എല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഒരു മാതൃക. കഴിഞ്ഞ ദിവസം ബഷീർ ഖാനെ പരിചയപ്പെടുത്തി രാത്രിയിൽ ബിരിയാണി വാങ്ങിയിട്ട് മനുഷ്യരുടെ വെപ്പകറ്റാൻ നടക്കുന്നത്. എത്ര പേര് നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാലും ഒരു ചായ വാങ്ങിക്കൊടുക്കാനുള്ളൊരു ഉദാഹരണം നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. സ്വയം നമ്മളെന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു അന്നദാനത്തിൻ്റെ ഒക്കെ ഒരു മഹത്വം തിരിച്ചറിയണമെങ്കിൽ അതിലൂടെ വന്നവർക്ക് തിരിച്ചറിയും. എനിക്കറിയില്ല, ചേച്ചിയുടെ പിന്നെ കുട്ടിക്കാലവും മറ്റതൊക്കെ ഏതെങ്കിലും അർത്ഥത്തിലുണ്ടാവും. അല്ലാതെ ഈ അന്നദാനം എന്നതൊരു വലിയ അജണ്ടയായിട്ട് സ്വീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് പ്രചോദന പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 15 മിനിറ്റിൽ ഇവിടെ പറഞ്ഞ വാക്കുകളുണ്ട്. ഇതിലപ്പുറം ഒരു പ്രചോദന പ്രഭാഷകനും ഒന്നും നിർവഹിക്കാനില്ലാതെ ഞാൻ മനസ്സിലാക്കി. പരാജയപ്പെടില്ലെന്നുകൊണ്ട് ഉറപ്പിക്കുക. ഈ പരിമിതികളും മറ്റേതൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്തൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഒന്നാകെ നമ്മളെ കൂടെ നിൽക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അത് ഇത്തരം മനുഷ്യരുടെ കൂടെയാണ് കൂടുതൽ നിൽക്കുക. കാരണം അവർക്ക് യാതൊരു കളങ്കവും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മളെ വിലയിരുത്താനുള്ള ഒരു പ്രഭാഷണമായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത്. ഒരുപക്ഷെ മറ്റുള്ളതിലൊക്കെയും ആശംസാ പ്രസംഗരും മറ്റും കയറി ഭരിക്കുന്നത് ഈ വേദി ഇത്രയും അവർക്ക് തന്നെ കൊടുത്തത് ഒരുപക്ഷെ ഏറ്റവും വലിയ പുണ്യമാണ് ഇതിൻ്റെ സംഘാടകർ ചെയ്തിരിക്കുന്നത്. ഇനിയും പിന്നെ അവരെ കേൾക്കണമെന്നുണ്ടായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഇനിയും കേൾക്കണമെന്നുണ്ട്. കാരണം നമ്മളെ നിഷ്പക്ഷമായി അല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ട് നമ്മളെ വിചാരണ ചെയ്യുകയായിരുന്നു. കാരണം ഉണ്ടല്ലോ അത് ഇതൊന്നും ഒരു പരിമിതിയല്ല. അതൊക്കെ നമ്മൾ മറികടക്കുന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ നൽകുമ്പോൾ ചെറിയൊരു കാര്യത്തിൻ്റെ പേരിലൊക്കെ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് സ്വയം നമ്മളോട് ചോദിച്ചാൽ അപ്പം മറുപടി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വഴിയിലേക്ക് തന്നെ നമ്മളെ ഇറക്കി നിർത്തുക എന്നുള്ള ഒറ്റ ഇതുള്ളൂ. ഇത്തരം മനുഷ്യർക്ക് ആ കേട്ടിങ്ങനെ എഴുതുന്നുള്ള ചെറിയ കർമ്മല്ലത്. ആ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ എങ്ങനെ ഇരുന്ന് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പിൻബലമായിരുന്നു. അപ്പം ഇനിയും ഒരുപാട് വരും. എനിക്ക് തോന്നുന്നു അടുത്ത പുസ്തകമേളയിലൊക്കെ മനുഷ്യരോട് സംവദിക്കുന്ന നല്ല വാക്കുകൾ ഇനിയും ഉണ്ടാകട്ടെ മാത്രം പഠിച്ചു നിർത്തുന്നു. ഈ മുറിയിലേക്ക് നമ്മളെ ആരെയും അവർക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഒന്ന് നിങ്ങൾ നിറഞ്ഞ് കൈയടിച്ചാൽ അവരനുഭവിക്കുന്ന ജീവിതത്തിലെ എല്ലാ വേദനകളും അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടും. അവർക്ക് ഊർജ്ജസ്വലമാണ്. ഈ മനുഷ്യന്റെ കയ്യിലാണ് ഒരുപാട് കാലമായിട്ട് ഇന്ദു ചേച്ചി ഈ ലോകം മുഴുക്കെ കറങ്ങി നടക്കുന്നത്. ഒരുപാട് ലേബർ ക്യാമ്പുകളിലേക്ക് അന്നവുമായി മച്ചിങ്ങിലെ പോകുന്നത്. ഈ മനുഷ്യന്റെ നന്മ തന്നെയാണ് ഇന്ദു ചേച്ചി എന്ന് പറയുന്ന വെളിച്ചം അസ്തമിക്കാതെ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം. ഈ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒറ്റൊരു വാക്കിൽ പറയാം. ജീവകാരുണ്യം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസിഡൻ്റ്. നമ്മൾ ജസ്റ്റ് റംദാൻ ദിവസം ഇങ്ങനെ വിചാരിച്ചിട്ട് ആ പീരീഡിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയപ്പം ഒരു പാകിസ്ഥാനി, അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കൊടുത്തതിന് ശേഷം അയാൾക്ക് വർത്താനം പറയാനോ എന്തും കഴിയുന്നില്ല. പടപടാന്ന് കണ്ണിന്ന് വെള്ളം പ്രവാഹം പോലെ വരുന്നത്. എന്താന്ന് ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും നിൽക്കുമോ? വണ്ടിയിൽ കയറാൻ പോകുന്നു. ഇന്ത്യയിൽ ഞാൻ വണ്ടിയിൽ കയറാൻ പോകുന്നു.
അപ്പോൾ പുള്ളി ചോദിച്ചു ഒരു ഫോട്ടോ എടുക്കണമെന്നോ. ഞാൻ ചോദിച്ചു അങ്ങനെ ഫുഡ് കൊടുക്കുന്നത് അതൊന്ന് ഫോട്ടോ എടുക്കാനോ ഇത് കൊണ്ടുപോയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഒരു ആഡിനോ അതിനൊന്നും വെച്ചതല്ല. അല്ല भाई साहब ये फोटो है ना, ये तस्वीर में घर में भेजे तो मेरा बीवी और मेरी माँ देखेगा, वो खुशी हो जाए, इसी हिसाब से मैं फोटो पूछ रहा हूँ, मैं फोटो ले रहा हूँ. मैं बोला दैट मीन्स ओके ऐसा ही वो ले लो. അപ്പം പുള്ളി നെക്സ്റ്റ് ഡേ ആ ഫോട്ടോ അയച്ചിട്ട് അവരുടെ വോയിസ് എനിക്ക് കേൾപ്പിച്ചത്. അവർ പറയുന്നത് രാവിലെ പോയിട്ട് വർക്ക് ചെയ്തിട്ട് ബാക്കി സമയം പേടിക്കേണ്ട, ഭക്ഷണം എന്തായാലും കിട്ടും. ഈ നോമ്പ് സമയത്ത് ഹോട്ടൽസ് ഉണ്ടാവില്ല, എന്തും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അവിടെ ഭക്ഷണം കഴിച്ചു എന്നുള്ള സമാധാനത്തിലാണ് നമ്മളിവിടെ എന്തെങ്കിലും ഉണ്ടാക്കണം. ആ ഒരു സമാധാനത്തിൽ നമുക്കിവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റും. ആ AC ആ എണ്ണ നമുക്ക് അറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. പക്ഷേ അവർക്ക് എന്തോ ദൈവം അവർ അനുഗ്രഹിച്ചു കൊടുത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. അവർ നമ്മുടെ ഫാമിലിയാണ്. അത് അപ്പോൾ ആ സമയം തൊട്ട് നമ്മൾ തുടങ്ങിയതാണ് നമ്മുടെ അതാവുന്നത്. റംദാൻ മാസം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടും പിന്നെ തുടർന്ന് എല്ലാ മാസവും നമ്മളാവുന്ന പോലെ നമുക്കാവുന്ന പോലെ ഒരാഴ്ചക്കാണ്. അല്ലാണ്ട് ഒരു മാസം ചിലപ്പം 100 പാക്കറ്റ് കൊടുത്തതുണ്ട്, ചില മാസം 20 പാക്കറ്റ് കൊടുത്തതുമുണ്ട്. അത് പക്ഷേ ഇതിൽ ഒറ്റൊരു നിർബന്ധം എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു എന്താ പറയുന്ന പോലെ നമ്മളെ ഫുഡ് കൊടുക്കുന്നത് ഇത് നമ്മുടെ പേഴ്സണൽ, അത് ദൈവം നമുക്ക് വിധിച്ച ഒരു സംഭവമാണ്, കർത്തവ്യമാണ്. അത് നമ്മൾ നിർവഹിക്കുക. ദർശനം 42ാം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ ഈ 2ാം ദിവസ വൈകുന്നേരം തന്നെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ സാധിക്കുന്ന 25 നിമിഷങ്ങൾ സമ്മാനിച്ച സർവേശ്വരനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്നേഹവർണ്ണങ്ങൾ സ്നേഹത്തോടെ തന്നെ നിങ്ങൾ കൈക്കലാക്കണമെന്നും വായിക്കണമെന്നും ഇവർ ഇനിയും എഴുതുന്ന കഥകൾ, ലേഖനങ്ങൾ എന്താണ് എഴുതാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അവർ എഴുതുന്നത് നമ്മൾ വായിക്കണം, അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. കാരണം നമ്മളെ അവർക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മളുടെ സ്പർശനത്തിലൂടെയും നമ്മളുടെ ശബ്ദത്തിലൂടെയും മാത്രമാണ്. MCA ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. താങ്ക് യു.